Hello guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്റ്റൈൽ ഇറച്ചി കേക്ക് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ 5-6 പച്ചമുളക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 3 മീഡിയം സൈസിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ അളവിൽ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ നിറം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ വേറൊരു പാത്രത്തിൽ, അതായത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1 വിസിലിൽ കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മളുടെ ഈ ഫില്ലിങ്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കേണ്ട, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 12 മുട്ടയുടെ അളവിനാണ് ഈ ഇറച്ചി കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എഗ്ഗ് എടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത്. അത്യാവശ്യം എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇറച്ചി കേക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം റെഡി. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇനി ഏതെങ്കിലും ഒരു പഴയ മൂടിയുടെ മുകളിൽ അടികുഴിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, വല്ല ബബിൾസും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് ഏകദേശം ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്ക് റെഡി. അപ്പോൾ ഇറച്ചി കേക്ക് സംഭവം അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഈ ചട്ടിപ്പത്തിരി പോലെ തന്നെ ഇറച്ചി കേക്കും ഒഴിച്ചു കിടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ്. അതായത് ഏതൊരു ഫംഗ്ഷനിലും നമ്മൾ വെക്കുന്ന മെയിൻ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മുന്നേ ഞാൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.